ഒരു കൈതച്ചക്ക പൊട്ടിക്കാൻ പോകുന്ന പോക്കാണ്. വീടിൻ്റെ മതിലിൻ്റെ പിൻവശത്തെ മതിലിനോട് ചേർന്നാണ് കൈതച്ചക്ക നട്ടിട്ടുള്ളത്. ഇത് അതിലൂടെ മഴക്ക് മാത്രം ഒഴുകുന്ന ഒരു ശുദ്ധജലത്തിൻ്റെ ചാലാണ്. അപ്പോൾ കൈതച്ചക്ക മൂത്തിനോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഇല ഒന്ന് വലിക്കുക. അപ്പോൾ വലിച്ച ഉടനെ അതിങ്ങ് വരുന്നുണ്ടെങ്കിൽ കൈതച്ചക്ക മൂത്തിന് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അത് പൊട്ടിച്ചുകൊണ്ട് ഇതിപ്പോൾ നല്ല മുള്ളില്ലാത്ത ചക്കയാണ്. ഇതാണ് നമ്മുടെ കൃഷ്ണകിരീടം അഥവാ പെഗോഡ. അങ്ങനെ അത് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുന്നേ പറിച്ച ഒന്ന് പഴുത്തിട്ടുമുണ്ട്. നമ്മൾ വെറുതെ ഉള്ള സ്ഥലത്ത് ഉപയോഗം ആരും അധികം നടക്കാത്തിടത്തൊക്കെ ഇത് വെച്ചാൽ നല്ല കൈതച്ചക്ക നമുക്ക് വീട്ടിൽ തന്നെ പറിച്ചെടുക്കാം. നല്ല മധുരമുള്ള കൈതച്ചക്കയാണിത്. അപ്പോൾ മധുരമില്ലെങ്കിൽ അല്പം മധുരം ഇട്ടിട്ടും, ഇനി അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പച്ചമുളക് ഇന്ന് കടകളിലൊക്കെ കാണുന്നവരെ ഒരല്പം ഉപ്പും ലേശം വെള്ളവും ഒഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഉപ്പും എരിവും മധുരവും പുളിയും.